ആവേശകരവും നിർണായകവുമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് നയതന്ത്രത്തിലൂടെ സമാധാനത്തിലേക്ക് വഴി തുറക്കുന്ന ട്രംപ് ഇറാൻ വാർത്തകൾ, ഇന്ത്യൻ അതിർത്തിയിലെ പുതിയ സംഭവ വികാസങ്ങളും, ആഗോള സാമ്പത്തിക വിപണിയെ സ്വാധീനിക്കുന്ന ജാപ്പനീസ് യെന്നിന്റെ വീഴ്ചയും, അതോടൊപ്പം ഇന്ന് ഏഷ്യയിൽ യുവാക്കൾക്കിടയിൽ വൈറലായിട്ട് മാറിയ കോക്രോച്ച് പാർട്ടി ട്രെൻഡും. അതെ, ഡിപ്ലോമസി, ഡിഫൻസ്, സാമ്പത്തികം, സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ എന്നിങ്ങനെ ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ലൂക്ക. അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ ഇല്ലയോ? ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ലോകം ശ്രദ്ധയോടെ നോക്കിയിരുന്നത്. എല്ലാം സജ്ജമായിരുന്നു. ഫൈറ്റർ ജെറ്റ്സ്, ബോംബേഴ്സ്, മിലിറ്ററി അസറ്റ്സ് എല്ലാം സ്റ്റാൻഡ് ബൈ. പക്ഷെ അവസാന നിമിഷം ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തു. അറ്റാക്ക് ഇല്ല, ഡിസ്കഷൻസ് മതി. വാഷിംഗ്ടണിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ആ ഉത്തരവ് വന്നു, സ്റ്റോപ്പ് ദി അറ്റാക്ക്. അതെ, ഡൊണാൾഡ് ട്രംപ് പെട്ടെന്നൊരു യു ടേൺ എടുത്തിരിക്കുന്നു. ദിവസങ്ങളോളം തുടർച്ചയായിട്ട് ആക്രമണം നടത്തുകയും ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ആക്രോശിക്കുകയും ചെയ്ത ട്രംപ് ഒടുവിൽ ഇറാനെതിരെയുള്ള വ്യോമാക്രമണം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് അയഞ്ഞത്? ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടത് കൊണ്ടാണോ, അതോ അമേരിക്കയുടെ പക്കലുള്ള അഡ്വാൻസ്ഡ് മിസൈലുകൾ തീർന്നുപോയോ? ഇറാൻ മുന്നോട്ട് വെച്ച 3 കടുത്ത വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. 2 ആഴ്ചയോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും മിസൈൽ ആക്രമണങ്ങൾക്കും ശേഷമാണ് പെട്ടെന്നൊരു 3 ദിവസത്തെ പോസ്, ഒരു സസ്പെൻഷൻ ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാനും നയതന്ത്ര ചർച്ചകൾക്ക് ഒരു അവസരം നൽകാനുമാണ് ഞാൻ ആക്രമണം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നത്. ഇതായിരുന്നു ട്രംപിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ കാര്യം അവിടെ തീരുന്നില്ല. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദമുണ്ട്. ട്രംപിന്റെ മനസ്സ് മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഗൾഫ് കൺട്രീസ് നടത്തിയ ഇന്റൻസ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഇന്റർവെൻഷൻ ആണ് എന്നാണ് നിരവധി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ ഇവരെല്ലാവരും അമേരിക്കയുമായിട്ട് തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ പ്രധാന ആശങ്ക ഒരേ ഒരു കാര്യമായിരുന്നു, യുദ്ധം ഒരിക്കൽ തുടങ്ങിയാൽ അത് ഇറാനും അമേരിക്കയും തമ്മിൽ മാത്രം നിൽക്കില്ല, മുഴുവൻ ഗൾഫ് റീജിയൻ അതിന്റെ ആഘാതം നേരിടേണ്ടി വരും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി എന്നിവർ ട്രംപുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ഇനി എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടത് എന്ന് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് എണ്ണവിലയും സാമ്പത്തിക സുരക്ഷിതത്വവുമാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടഞ്ഞു പോയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെയും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കും. ഇനി രണ്ടാമതായിട്ട് മേഖലയിലെ സുരക്ഷ. യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഇറാൻ തങ്ങളുടെ ഭൂപ്രദേശങ്ങളുടെ അമേരിക്കൻ ബേസുകളെയും മധ്യപൂർവേഷ്യ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെയും ലക്ഷ്യമിടുമെന്ന് ഭയന്നിരുന്നു. ഇറാനുമായിട്ട് ചർച്ച നടത്താൻ ഒരു അവസരം നൽകണമെന്നും ആണവ കരാറിലേക്ക് എത്തുവാൻ തങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്നും ഈ രാജ്യങ്ങൾ ട്രംപിന് ഉറപ്പ് നൽകി. എന്നാൽ ഇതിനിടയിലാണ് അമേരിക്കൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ട പ്രധാന ഇറാനിയൻ കേന്ദ്രങ്ങളിൽ മിക്കവയിലും ആക്രമണം പൂർത്തിയായി കഴിഞ്ഞു. അതിലും പ്രധാനം അമേരിക്കയുടെ മുൻനിര പ്രതിരോധ സംവിധാനമായ പേട്രിയോട്ട് ഇന്റർസെപ്റ്റർ മിസൈൽസിന്റെ ശേഖരം വേഗത്തിൽ കുറയുകയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈൽ മഴയെ ചെറുക്കാൻ അമേരിക്കൻ ആയുധ ശേഖരം പരീക്ഷണത്തിലായി. പക്ഷെ ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കുമ്പോൾ ഈ വാർത്തകളെ ട്രംപ് തള്ളിക്കളഞ്ഞു. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, അമേരിക്കയിൽ ആയുധങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല, ഞങ്ങളുടെ വശത്ത് മരുന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. സത്യത്തിൽ ഇറാന്റെ പക്കലാണ് മിസൈലുകൾ തീർന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആയുധക്ഷാമത്തെ നിഷേധിച്ചുവെങ്കിലും പെന്റഗണിന് വലിയൊരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഇറാന്റെ ഭാഗത്തേക്ക് വരാം. ആക്രമണങ്ങൾ നിർത്തിവെച്ചതോടെ ഇറാൻ ചുമ്മാതെ ഇരിക്കുകയല്ല. ഇറാൻ ആർമി തങ്ങളുടെ റിറ്റാലിയേറ്ററി ഡിറ്ററൻസ്, അതായത് തിരിച്ചടിയിലൂടെയുള്ള പ്രതിരോധം എന്ന തന്ത്രമാണ് പുറത്തെടുത്തത്. അതായത് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചു തല്ലും, സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന സന്ദേശം. അതോടൊപ്പം സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ 3 കർശന നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. 1, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ നിയന്ത്രണം. ലോകത്തിലെ 20% എണ്ണ പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ ഇറാൻ പറയുന്ന സുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കണം. 2, തടഞ്ഞുവെച്ച ഫണ്ടുകൾ റിലീസ് ചെയ്യണം, ഫ്രോസൺ അസറ്റ്സ് റിലീസ് ചെയ്യാൻ. ഉപരോധങ്ങൾ കാരണം വിവിധ ബാങ്കുകളിൽ മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ബില്യൺ കണക്കിന് ഡോളർ അസറ്റുകൾ അമേരിക്ക വിട്ടു നൽകണം. 3ാമത്തെ കണ്ടീഷൻ, ഉപരോധങ്ങൾ മാറ്റണം. അതുപോലെ നയതന്ത്ര പദവി. ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും ആണവ പദ്ധതി പൂർണ്ണമായിട്ട് നിർത്തിവയ്ക്കാൻ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല.
മിലിറ്ററി എക്സ്പെർട്സ് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അറ്റാക്ക് പോസ് ചെയ്തതുകൊണ്ട് ക്രൈസിസ് അവസാനിച്ചു എന്ന് കരുതരുത്. അമേരിക്കൻ ഫോഴ്സസ് ഇപ്പോഴും ആ ഒരു പ്രദേശത്ത് ഡിപ്ലോയിഡ് ആണ്. നേവൽ അസറ്റ്സ് ഉണ്ട്, എയർ പവർ, മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം ഹൈ അലേർട്ട് മോഡിലാണ്. അതായത് പോസ് ഉണ്ട്, പക്ഷെ അപകടം ഒഴിഞ്ഞിട്ടില്ല. ട്രംപ് ആ ഒരു താൽക്കാലിക ബ്രേക്ക് പ്രഖ്യാപിച്ചെങ്കിലും തന്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനോടും അതുപോലെ സൈനിക കമാൻഡേഴ്സിനോടും ഉയർന്ന ജാഗ്രത പുലർത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു ഫുൾ സ്കെയിൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു വമ്പൻ ആക്രമണത്തിന് സൈന്യം എപ്പോഴും സജ്ജമായിരിക്കണം, അഥവാ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആയിരിക്കണം എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനും അതുപോലെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് കുറച്ചിട്ടില്ല. മിസൈൽ യൂണിറ്റ്സ്, എയർ ഡിഫൻസ്, നേവൽ ഫോഴ്സസ് എല്ലാം അലേർട്ട് മോഡിൽ തന്നെയാണ്. ഇത് ശരിക്കും ഈ ഒരു നെഗോസിയേഷൻസ് നടക്കുമ്പോഴും ഇരുവശവും ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്ലാസിക് സ്ട്രാറ്റജി ആണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വാഷിംഗ്ടണും തെഹ്റാനും തമ്മിൽ ബാക്ക് ചാനൽ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എങ്കിലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ ചില എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ സമാധാനം ഒരു നൂൽപാലത്തിന് മുകളിലാണ് നിൽക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ട്രംപിന്റെ യഥാർത്ഥ സമാധാന ശ്രമമാണോ അതോ ആയുധശേഖരം പുനഃസംഘടിപ്പിക്കാൻ ഗൾഫ് സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഇടവേളയാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇപ്പോൾ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കാം, പക്ഷെ അത് സമാധാനം ഉറപ്പായി എന്നല്ല. ഇപ്പോൾ നടക്കുന്നത് മിസൈൽസിന്റെ യുദ്ധത്തെക്കാൾ അപകടകരമായ ഒരു ഡിപ്ലോമസിയുടെ യുദ്ധമാണ് എന്ന് പറയണം. ഒരു മീറ്റിംഗ് വിജയിച്ചാൽ ലോകം വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അത് പരാജയപ്പെട്ടാൽ ഇന്നത്തെ ഈ ഒരു പോസ് നാളത്തെ ഒരു വമ്പൻ യുദ്ധത്തിന്റെ ട്രെയിലർ മാത്രമായിരിക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ടെൻഷൻസ് ഉയരുകയാണ്. പക്ഷേ ഇത്തവണ ചർച്ചയാകുന്നത് ഒരു ഫൈറ്റർ ജെറ്റോ മിസൈലോ ഒന്നുമല്ല, മറിച്ചൊരു പവർഫുൾ ആർട്ടിലറി സിസ്റ്റമാണ്. ഇന്ത്യൻ അതിർത്തിയിൽ വീണ്ടും യുദ്ധസമാനമായ ആയുധ വിന്യാസവുമായിട്ട് പാകിസ്ഥാൻ. ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത് സാധാരണ പീരങ്കികളല്ല, 72 കിലോമീറ്റർ വരെ കൃത്യതയോടെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ചൈനീസ് നിർമ്മിത SH-15 സെൽഫ് പ്രൊപ്പൽഡ് ഹുവിറ്റ്സേഴ്സ് ആണ്. ഒന്നല്ല രണ്ടല്ല 250ഓളം ആധുനിക ചൈനീസ് പീരങ്കികളാണ് ഇന്ത്യയുടെ വടക്ക് നിന്നും തെക്കോട്ട് കിടക്കുന്ന പ്രധാന അതിർത്തി മേഖലകളിൽ പാക് സൈന്യം നിരത്തിയിരിക്കുന്നത്. ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന വൻ പ്രത്യാക്രമണത്തിന് ശേഷമുള്ള പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സൈനിക നീക്കമാണിത്. എന്താണ് ചൈനയുടെ ഈ SH-15 ഹുവിറ്റ്സറുകളുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇത്ര വലിയൊരു വിന്യാസത്തിന് തുനിഞ്ഞത്? ഇന്ത്യ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? പരിശോധിക്കാം. ആദ്യം എന്താണ് അതിർത്തിയിലെ പുതിയ വിന്യാസം എന്ന് പരിശോധിക്കാം. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ആർമി അവരുടെ കിഴക്കൻ അതിർത്തിയിലുടനീളം വൻതോതിലുള്ള പീരങ്കി വിന്യാസമാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പഞ്ചാബ്, ജമ്മു മേഖലകളോട് ചേർന്നിട്ടുള്ള ഗുജറൻവാല, സിയാൽകോട്ട്, ജലാൽപൂർ ജട്ടാൻ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് ഈ ആയുധങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജമ്മുവിനും അമൃത്സറിനും മധ്യേ കിടക്കുന്ന ഷാക്കഗഡ് ബൾജ്, ഈ ഒരു ഭാഗത്ത് വലിയ സജ്ജീകരണങ്ങളാണ് പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിലെ മരുഭൂമികളിൽ അമേരിക്കൻ നിർമ്മിത M109 ട്രാക്ട് ടാങ്ക് ടൈപ്പ് ഹുവിറ്റ്സറുകൾ ഉപയോഗിക്കുമ്പോൾ സമതലങ്ങളിലും കുന്നിൻ പ്രദേശങ്ങളിലും അതിവേഗം സഞ്ചരിക്കാൻ ശേഷിയുള്ള ചൈനീസ് ട്രക്ക് മൗണ്ടഡ് SH-15 സിസ്റ്റങ്ങളാണ് അവർ എത്തിച്ചിരിക്കുന്നത്. ഇനി ഇത് വെറും ഒരു സാധാരണ സൈനിക പരിശീലനമല്ല, മറിച്ച് പാക് ആർമിയുടെ ആർട്ടിലറി റെജിമെന്റുകളെ പൂർണ്ണമായും ആധുനീകരിക്കുന്നതിന്റെ, മോഡേണൈസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ ചൈനീസ് ആയുധത്തെ പ്രതിരോധ വിദഗ്ധർ ഇത്രയും ശ്രദ്ധയോടെ കാണുന്നത്? ഒന്ന് നോക്കാം. ചൈനയിലെ സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള പ്രമുഖ ഡിഫൻസ് കമ്പനിയായ നോർനിൻകോ നിർമ്മിച്ച ആയുധമാണ് SH-15. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉപയോഗിക്കുന്ന PZL-181 എന്ന പീരങ്കിയുടെ കയറ്റുമതി പതിപ്പാണിത്. SH-15 ഒരു ടാങ്ക് അല്ല, മിസൈൽ ലോഞ്ചറുമല്ല, ഇതൊരു 155mm ട്രക്ക് മൗണ്ടഡ് സെൽഫ് പ്രൊപ്പൽഡ് ഹുവിറ്റ്സർ ആണ്. അതിനർത്ഥം വലിയ ആർട്ടിലറി ഗണ്ണ് ഒരു മിലിറ്ററി ട്രക്കിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വളരെ വേഗത്തിൽ നീങ്ങാൻ കഴിയും, ഫയർ ചെയ്യാം, പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥലം മാറാം. ഇനി പ്രധാന പ്രത്യേകതകൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഒന്ന്, ഹൈ മൊബിലിറ്റി ആൻഡ് സ്പീഡ്. ഒരു 6x6 ആംഡ് ഷാങ്സി ട്രക്കിന് മുകളിലാണ് ഈ 155mm പീരങ്കി ഉറപ്പിച്ചിരിക്കുന്നത്. റോഡുകളിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ ഇതിന് കഴിയും. രണ്ടാമത്, റേഞ്ച് ആൻഡ് പ്രിസിഷൻ ആണ്. സാധാരണ നേറ്റോ സ്റ്റാൻഡേർഡ് വെടിമരുന്നുകൾ ഉപയോഗിച്ച് 30 മുതൽ 40 കിലോമീറ്റർ വരെ പ്രഹരിക്കാം. എന്നാൽ പ്രത്യേക VLAP റോക്കറ്റ് അസിസ്റ്റഡ് ഷെല്ലുകൾ ഉപയോഗിച്ചാൽ 53 മുതൽ 72 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. മൂന്നാമത്തേത്,
ഷൂട്ട് ആൻഡ് സ്കൂട്ട് ടെക്നിക്, ഇതിന്റെ ഓട്ടോമേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം, ഇതുവഴി മിനിറ്റിൽ 6 റൗണ്ടുകൾ വരെ ഫയർ ചെയ്യാം. വെടിയുതിർത്ത ശേഷം ശത്രുക്കളുടെ റഡാറുകൾ ലോക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് വേഗത്തിൽ പിന്മാറാൻ, അതായത് ഷൂട്ട് ആൻഡ് സ്കൂട്ടിന് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഒരു ആയുധ ഇടപാട് മാത്രമല്ല. കഴിഞ്ഞൊരു ദശകമായിട്ട് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഫൈറ്റർ ജെറ്റ്സ്, എയർ ഡിഫൻസ് സിസ്റ്റംസ്, നേവൽ വെസൽസ്, ഡ്രോൺസ്, ഇപ്പോൾ ആർട്ടിലറി സിസ്റ്റംസ്, ഇങ്ങനെ പല മേഖലകളിലും ചൈന പാകിസ്ഥാന്റെ പ്രധാന പ്രതിരോധ പങ്കാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും ബാധിക്കുന്നു. പാകിസ്ഥാൻ പെട്ടെന്ന് 250 ഹോവിറ്റ്സറുകൾ വിന്യസിക്കാൻ കാരണമായ പശ്ചാത്തലം എന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്രസക്തമാകുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ നിയന്ത്രണ രേഖയ്ക്കും അതുപോലെ പാക് അധിനിവേശ പ്രദേശങ്ങൾക്കുമുള്ളിലുള്ള ഭീകരവാദ ക്യാമ്പുകൾ തകർക്കാൻ ഇന്ത്യ സംയുക്ത സൈന്യം നടത്തിയ അതിശക്തമായ പ്രത്യാക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ പരമ്പരാഗത പീരങ്കി പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു. തങ്ങളുടെ അതിർത്തിയിലെ ബലഹീനത മനസ്സിലാക്കിയ റാവൽപിണ്ടിയിലെ പാക് സൈനിക ആസ്ഥാനം ഇന്ത്യക്ക് എതിരെ ഒരു ലോങ് റേഞ്ച് കൺവെൻഷണൽ ഡിറ്ററൻസ് അല്ലെങ്കിൽ ദൂരപരിധിയുള്ള പ്രഹരശേഷി വളർത്തിയെടുക്കാനാണ് ചൈനയുടെ സഹായം തേടിയത്. കൂടാതെ ടാക്സിലയിലെ പ്ലാന്റിൽ ഈ പീരങ്കികൾ സ്വന്തമായി നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ചൈന പാകിസ്ഥാന് നൽകിക്കഴിഞ്ഞു. അപ്പോൾ ചോദ്യം ഇതാണ്, ചൈനീസ് SH-15 എത്തിയാൽ ഇന്ത്യ ഭയപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ ഇതിലും ശക്തമായ ആധുനിക പ്രതിരോധ ആയുധങ്ങളുണ്ട്. ഒന്ന് K9 വജ്ര T. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച K9 വജ്ര ഒരു ട്രാക്ട് പീരങ്കിയാണ്. ചൈനയുടെ ട്രക്ക് അധിഷ്ഠിത പീരങ്കിയേക്കാൾ കവചിത സുരക്ഷയും പ്രതികൂല ഭൂപ്രകൃതിയിൽ കൂടുതൽ ചലന സ്വാതന്ത്ര്യവും വജ്രയ്ക്കുണ്ട്. ഇനി അടുത്തത് സ്വാതി കൗണ്ടർ ബാറ്ററി റേഡാർസ്. ശത്രുക്കളുടെ പീരങ്കികൾ വെടിയുതിർക്കുന്ന നിമിഷം തന്നെ അവയുടെ സ്ഥാനം കൃത്യമായിട്ട് കണ്ടെത്തുന്ന സ്വാതി റഡാറുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. ഇനി പിനാക്ക മാർക്ക് 2, പിനാക്ക MBRL, സെക്കൻഡുകൾക്കുള്ളിൽ ശത്രു താവളങ്ങളെ തകർത്ത് കളയുന്ന പിനാക്ക റോക്കറ്റ് സിസ്റ്റങ്ങളും ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആർട്ടിലറി മോഡേണൈസേഷൻ കഴിഞ്ഞ വർഷങ്ങളിൽ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതിനാൽ അപ്പുറത്ത് SH-15 വന്നതുകൊണ്ട് മാത്രം പവർ ബാലൻസ് പൂർണ്ണമായി മാറിയെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിർത്തിയിലെ മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇരു രാജ്യങ്ങളും നീങ്ങുന്നതെന്ന സൂചനയാണിത്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണവും അതിർത്തിയിലെ ഈ നീക്കവും ഇന്ത്യക്ക് തന്ത്രപരമായ ജാഗ്രത അനിവാര്യമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കെണിയിലും പെട്ടുകിടക്കുന്ന പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ അതിർത്തി സായുധമാക്കാനാണ് ഇപ്പോഴും മുൻഗണന നൽകുന്നത്. ചൈനയുടെ വായ്പയിലും സാങ്കേതിക വിദ്യയിലും താങ്ങി നിൽക്കുന്ന ഈ ആയുധ കച്ചവടം ദക്ഷിണേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥ തകർക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ്
ശേഷമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. അപേക്ഷകന്റെ പേര്, ജനനത്തീയതി, ലിംഗഭേദം എന്നിവ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തുല്യമായി തന്നെ പുതിയ പാൻ അപേക്ഷാ ഫോമിലും പൂരിപ്പിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. വിവരങ്ങളിലെ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ ആദ്യം തിരുത്തിയ ശേഷമേ പാൻ കാർഡിനായി അപേക്ഷിക്കാവൂ. പാൻ കാർഡും ആധാർ കാർഡും തമ്മിലുള്ള ഈ കർശനമായ കൂടിച്ചേർക്കൽ വഴി രാജ്യത്തെ വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കാനും അതുവഴി കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനും സാധിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന നികുതിദായകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടിയിട്ടുണ്ട്. സാധാരണയായി ജൂലൈ 31-നുള്ളിൽ ITR ഫയലിംഗ് പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നികുതി പോർട്ടലിലെ സാങ്കേതിക നവീകരണങ്ങളും നികുതിദായകർക്ക് തങ്ങളുടെ സാമ്പത്തിക രേഖകൾ കൃത്യമായി ഒത്തുനോക്കുന്നതിനുള്ള അധിക സമയവും കണക്കിലെടുത്താണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു വാർത്തയാണിനി. ജപ്പാന്റെ ഔദ്യോഗിക കറൻസിയായ യെൻ കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നിലംപൊത്തിയിരിക്കുകയാണ്. സാധാരണ ഒരു രാജ്യത്തിന്റെ കറൻസി തകർന്നു വീഴുമ്പോൾ അത് ആ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. എന്നാൽ ഇത്തവണ കാര്യം വേറെയാണ്. ജപ്പാന്റെ കറൻസിയെ രക്ഷിക്കാൻ അങ്ങ് അമേരിക്കയിലെ US ട്രഷറിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. 2011-ലെ സുനാമി ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയും ജപ്പാനും ചേർന്ന് ഒന്നിച്ച് കറൻസി വിപണിയിൽ ആഗോള ഇടപെടൽ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ജാപ്പനീസ് യെൻ ഇത്രയധികം താഴേക്ക് പതിച്ചത്? അമേരിക്ക എന്തിനാണ് ജപ്പാനെ രക്ഷിക്കാൻ സ്വന്തം ഡോളർ ചെലവഴിക്കുന്നത്? അതിലും പ്രധാനം ഈ ആഗോള സാമ്പത്തിക നാടകം ഇന്ത്യയിലെ ഓഹരി വിപണിയെയും നിങ്ങളുടെ പോക്കറ്റിലെ ഇന്ത്യൻ രൂപയെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് യെൻ ഇങ്ങനെ തകരുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ. ഒന്ന്, വമ്പൻ പലിശ നിരക്ക് വ്യത്യാസം. അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ 3.25% മുകളിൽ നിർത്തുമ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ പതിറ്റാണ്ടുകളായിട്ട് പലിശ നിരക്കുകൾ വളരെ കുറഞ്ഞ അളവിലാണ്, അതായത് 0.75% അടുത്ത് അങ്ങനെയാണ് നിലനിർത്തുന്നത്. അതുകൊണ്ട് ആഗോള നിക്ഷേപകർ ജപ്പാനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണം എടുത്ത് അമേരിക്കയിൽ നിക്ഷേപിക്കുന്നു. 2, ഇറക്കുമതി ചെയ്ത പണപ്പെരുപ്പം എന്ന് പറയണം. ജപ്പാൻ തങ്ങൾക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ മുഴുവനായും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുകയും യെൻ ദുർബലമാവുകയും ചെയ്തതോടെ ജപ്പാന്റെ ട്രേഡ് ഡെഫിസിറ്റ്, അതായത് വ്യാപാര കമ്മി കുത്തനെ കൂട്ടി. 3, വൻകിട സാമ്പത്തിക കടം. ജപ്പാന്റെ പൊതുകടം, പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് GDPയുടെ 250%-ലധികമാണ്. രാജ്യത്തിന് വൻതോതിൽ പലിശ ഭാരമുള്ളതിനാൽ പലിശ നിരക്കുകൾ വേഗത്തിൽ കൂട്ടാൻ ബാങ്ക് ഓഫ് ജപ്പാന് സാധിക്കുന്നില്ല. ഇവിടെയാണ് സാമ്പത്തിക ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഒരു വാക്ക് വരുന്നത്, യെൻ ക്യാരി ട്രേഡ്. എന്താണ് യെൻ ക്യാരി ട്രേഡ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വലിയ ഹെഡ്ജ് ഫണ്ടുകളും നിക്ഷേപകരും ജപ്പാനിൽ നിന്ന് 0% അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് ട്രില്യൺ കണക്കിന് ജാപ്പനീസ് യെൻ വായ്പ എടുക്കുകയും എന്നിട്ട് ആ പണം ഡോളറോ ഇന്ത്യൻ രൂപയോ ആക്കി മാറ്റി കൂടുതൽ പലിശയോ ലാഭമോ തരുന്ന അമേരിക്കൻ ടെക് ഓഹരികളിലോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ നിക്ഷേപിക്കും. നിങ്ങൾക്ക് വെറുതെ പണം കടം കിട്ടുന്നു, അത് വെച്ച് ഉയർന്ന ലാഭമുണ്ടാക്കുന്നു. വർഷങ്ങളായിട്ട് ആഗോള വിപണി പ്രവർത്തിക്കുന്നത് ഈ തന്ത്രത്തിലാണ്. പക്ഷെ അപകടം എവിടെയാണ്? യെൻ പെട്ടെന്ന് ശക്തിപ്പെടുകയോ അല്ലെങ്കിൽ അമേരിക്കയും ജപ്പാനും വിപണിയിൽ ഇടപെട്ട് യെന്നിന്റെ മൂല്യം കൂട്ടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഈ നിക്ഷേപകർക്ക് വൻ നഷ്ടം വരും. അവർ പെട്ടെന്ന് തങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ച് യെൻ തിരിച്ചടയ്ക്കാൻ ഓടും. ഇതിനെയാണ് അൺവൈൻഡിങ് ഓഫ് ക്യാരി ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇത് സംഭവിച്ചാൽ ലോകത്തെ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റുകളും തകർന്നു വീഴും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ജപ്പാന്റെ കറൻസി തകരുമ്പോൾ അമേരിക്കൻ ട്രഷറിയും ഫെഡറൽ റിസർവും എന്തിനാണ് പേടിക്കുന്നത്? കാരണം വേറൊന്നുമല്ല, അമേരിക്കൻ ബോണ്ട് മാർക്കറ്റ്, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഗവൺമെന്റ് ബോണ്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യം ജപ്പാനാണ്. ഏകദേശം 1.2 ട്രില്യൺ US ആണ്. യെൻ കുത്തനെ തകരുമ്പോൾ ജപ്പാനിലെ വൻകിട ഇൻഷുറൻസ് കമ്പനികളും ബാങ്കുകളും തങ്ങളുടെ നഷ്ടം നികത്താൻ കൈവശമുള്ള ഈ അമേരിക്കൻ ബോണ്ടുകൾ കൂട്ടത്തോടെ വിറ്റഴിക്കും. അമേരിക്കൻ ബോണ്ടുകൾ വിറ്റഴിക്കപ്പെട്ടാൽ US ട്രഷറി ഈൽഡ്സ് കുത്തനെ ഉയരും. ഫലം എന്താണ്? അമേരിക്കയിലെ ജനങ്ങളുടെ ഹോം ലോൺ പലിശയും കാർ ലോണും കോർപ്പറേറ്റ് വായ്പകളും കുത്തനെ കൂടും. അതായത് ജപ്പാനിൽ യെൻ തകർന്നാൽ അത് അമേരിക്കയിലെ സാധാരണക്കാരന്റെ വാടകയെയും വായ്പകളെയും ബാധിക്കും. അതുകൊണ്ടാണ് അമേരിക്കൻ ട്രഷറി മുൻകൈയെടുത്ത് ജപ്പാനൊപ്പം ചേർന്ന് യെൻ വാങ്ങിക്കൂട്ടാനായിട്ട് ഒരു ജോയിന്റ് ഇന്റർവെൻഷന് നിർബന്ധിതരായിരിക്കുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ചോദ്യം, ഇന്ത്യൻ രൂപയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത്. ഇതിന് പ്രധാനമായും 3 വശങ്ങളുണ്ട്. ഒന്ന്, FPI വിറ്റഴിക്കലും ഇന്ത്യൻ ഓഹരി വിപണിയുമാണ്. അതായത് അന്താരാഷ്ട്ര ഫണ്ടുകൾ ജപ്പാനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണമെടുത്ത് നിക്ഷേപിച്ചിട്ടുള്ള പ്രധാന എമർജിംഗ് മാർക്കറ്റുകളിൽ ഒന്ന് ഇന്ത്യയാണ്. ദലാൽ സ്ട്രീറ്റ്.
അപ്പം യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യപ്പെട്ടാൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ച് പണം പിൻവലിക്കും. ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ താൽക്കാലിക തകർച്ചയുണ്ടാകും. 2, ഇന്ത്യൻ രൂപയ്ക്ക് മേലുള്ള ഒരു പ്രഷറാണ്. വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് ഡോളർ തിരികെ കൊണ്ടുപോകുമ്പോൾ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകും. നിലവിൽ ഒരു ജാപ്പനീസ് യെൻ എന്നത് ഏകദേശം 0.60 പൈസയാണ് ഇന്ത്യൻ രൂപയിൽ. യെൻ അതിവേഗം തിരിച്ചു വന്നാൽ ജപ്പാനിൽ നിന്നുള്ള യന്ത്ര സാമഗ്രികളുടെയും ആ കോമ്പണൻസിന്റെയും ഇറക്കുമതി ചെലവ് ഇന്ത്യക്ക് വർദ്ധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ക്രൂഡ് ഓയിലും പണപ്പെരുപ്പവും. ഗ്ലോബൽ ഓയിൽ പ്രൈസിന് റിസ്ക് ആണ്. ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും എണ്ണവില വർധനവും ജപ്പാനെ പോലെ തന്നെ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിനെയും ബാധിക്കുന്നുണ്ട്. ഡോളർ ശക്തമായി നിലനിൽക്കുന്നതും ക്രൂഡ് ഓയിൽ വില ഉയരുന്നതും ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും തിരിച്ചടിയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം മിസൈൽസിന്റേതല്ല, ഡിപ്ലോമസിയുടേതാണ്. ഒരേ ഗൾഫ് കുടുംബത്തിൽപ്പെട്ട 2 വലിയ രാജ്യങ്ങൾ ഇത് 2 വ്യത്യസ്ത വഴികളിലാണ്. സൗദി അറേബ്യ പറയുന്നു ഡിസ്കഷൻസ് മതി, യുദ്ധം വേണ്ട. UAE കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാനെ ശക്തമായിട്ട് പ്രഷറിലാക്കണം. അമേരിക്കയും ഈ 2 സന്ദേശങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച നടത്തിയ പ്രഖ്യാപനം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഇറാനെതിരെ നടത്താൻ എല്ലാ പദ്ധതികളും തയ്യാറായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ ട്രംപ് അവസാന നിമിഷം ആ ഉത്തരവ് പിൻവലിച്ചു. കാരണം സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് സഖ്യകക്ഷികളുടെ അടിയന്തര അഭ്യർത്ഥന. യുദ്ധമല്ല, നയതന്ത്രപരമായ കരാറാണ് വേണ്ടത് എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവിടെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിലെ വലിയൊരു നയതന്ത്ര നാടകം മറനീക്കി പുറത്തു വരുന്നത്. പുറമെ സമാധാനം പറയുമെങ്കിലും ഇറാന്റെ കാര്യത്തിൽ സൗദി അറേബ്യയും UAEയും 2 വ്യത്യസ്ത തന്ത്രങ്ങളാണ് പയറ്റുന്നത്. സൗദി അറേബ്യ എന്തുകൊണ്ടാണ് ഇറാനുമായിട്ട് ചർച്ചകളെ പിന്തുണയ്ക്കുന്നത്? എന്നാൽ UAE എന്തിനാണ് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ സൈനിക ശക്തി ഉപയോഗിച്ച് ദുർബലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്? ഈ ഒരു ഗൾഫ് സ്പ്ലിറ്റിന്റെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് പരിശോധിക്കാം. ആദ്യമായി സൗദി അറേബ്യയുടെ നിലപാട് പരിശോധിക്കാം. ഇറാനുമായിട്ട് വർഷങ്ങളായി കടുത്ത ശത്രുതയിലായിരുന്ന സൗദി ഇപ്പോൾ എന്തുകൊണ്ടാണ് US ആക്രമണത്തെ എതിർക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്ന്, ഭൂമിശാസ്ത്രപരമായ ഭീഷണിയാണ്. സൗദി അറേബ്യയുടെ തൊട്ടടുത്താണ് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതരും നിലകൊള്ളുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നേരിടേണ്ടി വരുന്നത് സൗദിയുടെ എണ്ണ ശുദ്ധീകരണ ശാലകളും സാമ്പത്തിക കേന്ദ്രങ്ങളുമായിരിക്കും. 2019 ആരാംകോ ആക്രമണം സൗദി മറന്നിട്ടില്ല. 2, വിഷൻ 2030. മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030 വഴി സൗദി ഒരു ആഗോള ടൂറിസം ബിസിനസ് ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതിന് മേഖലയിൽ സമാധാനം അത്യാവശ്യമാണ്. 3, ഇറാനുമായിട്ടുള്ള ബന്ധം പുതുക്കൽ, അതായത് 2023 ബെയ്ജിംഗ് അക്കോർഡ്. ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് സൗദി വീണ്ടും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു. തങ്ങളുടെ വ്യോമാതിർത്തി ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് നൽകില്ല എന്ന് സൗദി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് UAEയുടെ നിലപാടെന്ന് പറയുന്നത് സൗദിയിൽ നിന്ന് വ്യത്യസ്തമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ഭരണകൂടത്തെ നിഷ്ക്രിയമാക്കാൻ ശക്തമായ സൈനിക ആക്രമണം തന്നെ വേണമെന്ന് UAE ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് UAE കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്? പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭീഷണിയാണ് ഒന്നാമത്തെ കാരണം. ഹൂതികൾ, ഹിസ്ബുള്ള തുടങ്ങിയ സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന ആ ഒരു പിന്തുണ പൂർണ്ണമായും അവസാനിപ്പിക്കണം. 2, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ സുരക്ഷ. UAEയുടെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഇറാൻ നടത്തുന്ന തടസ്സങ്ങൾ UAE സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അടുത്ത ചർച്ചകളിലെ അവിശ്വാസമാണ്. വെറുതെ കരാറുകൾ ഒപ്പിട്ടത് കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതികളോ പ്രാദേശിക സ്വാധീനമോ നിൽക്കില്ലെന്നും അതുപോലെ സൈനിക സമ്മർദ്ദം കൊണ്ട് മാത്രമേ ഇറാന്റെ മനോഭാവത്തിൽ മാറ്റം വരൂ എന്നുമാണ് UAEയുടെ വിലയിരുത്തൽ. ഇനി ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ, ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിന്മാറാൻ കാരണം സൗദിയുടെയും ഖത്തറിന്റെയും ഒമാന്റെയും ഒക്കെ കൂട്ടായ സമ്മർദ്ദമാണ്. എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്, നമ്മൾ ആക്രമണം നടത്തുന്നതിനേക്കാൾ നല്ലത് ഒരു കരാറിൽ എത്തുന്നതാണ് എന്ന് ഗൾഫ് നേതാക്കൾ പറഞ്ഞു. ആക്രമണങ്ങൾ എവിടേക്കാണ് നയിക്കുക എന്ന് പറയാൻ കഴിയില്ല. നിലവിൽ ജനീവ കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആണവ കരാർ, ഡീന്യൂക്ലിയറൈസേഷൻ, അതായത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം തടയുക, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ലോക എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്ന ഈ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക. എണ്ണവിലയിൽ പെട്ടെന്ന് $4 ഇടിവാണ് ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ രേഖപ്പെടുത്തിയത്. പക്ഷേ കാര്യങ്ങൾ അത്ര ഈസി അല്ല. ഇറാൻ വാർത്താ ഏജൻസിയായ മെയർ വെളിപ്പെടുത്തിയത് അനുസരിച്ച് അമേരിക്കയുടെ വാദങ്ങളിൽ ചിലത് വസ്തുതാവിരുദ്ധമാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ തങ്ങൾ വീണ്ടും സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളും വ്യക്തമാക്കും. ഒരു രാജ്യത്ത് തുടങ്ങിയ ഒരു പ്രതിഷേധം മറ്റൊരു രാജ്യത്തെ യുവാക്കൾ കോപ്പി ചെയ്യുമോ?
സാധാരണ സിനിമകളോ മീംസോ ഒക്കെയാണ് അതിർത്തി കടക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കടന്നുപോയത് ഒരു പ്രതിഷേധ ആശയമാണ്. ഇന്ത്യയിൽ വൈറലായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരും ശൈലിയും ഇപ്പോൾ പാകിസ്ഥാനിലെ ചില യുവാക്കളും ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നതിന് ഇത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് അതിശയകരമായ ഒരു തെളിവാണ്. ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാമിലും എക്സിലും ദശലക്ഷക്കണക്കിന് യുവാക്കളെ ആകർഷിച്ച കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന വൈറൽ സറ്റാരിക്കൽ ട്രെൻഡ് ഇപ്പോൾ ഇങ്ങ് പാകിസ്ഥാനിലും ആഞ്ഞടിക്കുകയാണ്. അതെ, ഇന്ത്യയിലെ ജെൻസി യുവാക്കൾ ഭരണകൂടത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും ഉപയോഗിച്ച അതേ കോൺസെപ്റ്റ് കൺട്രോൾ C കൺട്രോൾ V ചെയ്ത് പാക് യുവാക്കളും ഏറ്റെടുത്തിരിക്കുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ കോക്രോച്ച് അവാമി പാർട്ടി CAP, കോക്രോച്ച് അവാമി ലീഗ് എന്നീ പേരുകളിലാണ് പുതിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും മീം പേജുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ കോക്രോച്ച് പാർട്ടി? എങ്ങനെയാണ് വെറും ഒരു തമാശാ രൂപത്തിലുള്ള മീം പേജ് ഒരു ഇരു രാജ്യങ്ങളിലെയും യുവാക്കളുടെ വലിയൊരു പ്രതിഷേധ ശബ്ദമായിട്ട് മാറിയത്? ഇന്ത്യയിൽ തുടങ്ങി പാകിസ്ഥാനിലെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും ട്രോളുന്ന ഈ പുതിയ ക്രോസ് ബോർഡർ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കോക്രോച്ച് പാർട്ടി എന്ന ആശയത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ഉയർന്നു വന്ന ചില പരാമർശങ്ങളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഒരു ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദത്തിന് പിന്നാലെ 30-കാരനായ അഭിജിത് ദീപ്കെ എന്ന ഉള്ളടക്ക സൃഷ്ടാവ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, 2026 മേയിൽ കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന സറ്റാരിക്കൽ പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നു. സമൂഹത്തിലെ ഭരണാധികാരികൾ യുവാക്കളെ വെറും ചവിട്ടി അരയ്ക്കപ്പെടേണ്ട പാറ്റകളെ പോലെ കാണുന്നുവെങ്കിൽ രാജ്യത്തെ എല്ലാ പാറ്റകളും ഒന്നിച്ചു ചേർന്നാൽ എന്താകും? ഇതായിരുന്നു CJPയുടെ ആശയം. വളരെ പെട്ടെന്നാണ് ഈ ആശയത്തെ ഇന്ത്യൻ ജെൻസി ഏറ്റെടുത്തത്. ഇനി ഇത് യഥാർത്ഥത്തിൽ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയായി തുടങ്ങിയതല്ല. ഒരു സറ്റാരിക്കൽ യൂത്ത് മൂവ്മെന്റ് ആയിട്ടാണ് ഇത് ആരംഭിച്ചത്. പരീക്ഷാ പേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള അസംതൃപ്തി, യുവാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, വിലക്കയറ്റം, ഇതൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന് വലിയ പിന്തുണ ലഭിക്കാൻ കാരണമായത്. സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങിയ ക്യാമ്പയിൻ പിന്നീട് വലിയ പൊതു പ്രക്ഷോഭങ്ങളിലേക്കും വ്യാപിച്ചു. ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളെ പരിഹാസത്തിലൂടെയും മീമുകളിലൂടെയും അവതരിപ്പിച്ച CJP വെറും ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 20 മില്യണിലധികം ഫോളോവേഴ്സിനെ നേടി തരംഗമായി മാറുകയായിരുന്നു. ഇന്ത്യയിലെ ഈ വൈറൽ മുന്നേറ്റം കണ്ട പാകിസ്ഥാനിലെ യുവാക്കൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ അധിക സമയം എടുത്തില്ല. ഇന്ത്യയിലെ CJP പേജുകളെ മാതൃകയാക്കി പാകിസ്ഥാനിലും കോക്രോച്ച് അവാമി പാർട്ടി CAP, കോക്രോച്ച് അവാമി ലീഗ് CAL എന്നീ പേജുകൾ ആരംഭിച്ചു. അവിടുത്തെ പേജ് അഡ്മിൻമാർ തങ്ങൾ ഇന്ത്യയിലെ CJPയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പരസ്യമായിട്ട് സമ്മതിക്കുകയും ചെയ്തു. ഇതൊരു ഔദ്യോഗിക പാർട്ടിയല്ല, ഇതൊരു രാഷ്ട്രീയ ആശയത്തെ പരിഹാസത്തിലൂടെ അവതരിപ്പിക്കുന്ന പ്രതിഷേധ രീതിയാണ്. ഇനി എന്തുകൊണ്ടാണ് പാക് യുവാക്കൾ ഇത് ഏറ്റെടുത്തത്? കാരണങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. പാകിസ്ഥാൻ നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും പെട്രോൾ, ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും. 2, യുവാക്കളുടെ നിരാശ, അതായത് തൊഴിലവസരങ്ങളുടെ അഭാവവും ഉന്നത പഠനത്തിനുള്ള ഭീമമായ ചെലവ്. 3, രാഷ്ട്രീയ എലീറ്റുകൾക്കെതിരെയുള്ള അമർഷം. ഭരണത്തിലുള്ള രാഷ്ട്രീയക്കാരും മിലിറ്ററി എലീറ്റുകളും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതിനെതിരെയുള്ള ക്രിയേറ്റീവ് പ്രതിഷേധം. ഏതൊരു ഡിജിറ്റൽ ട്രെൻഡും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനു ചുറ്റും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിൽ CJP തരംഗമായതോടെ ചില രാഷ്ട്രീയ നേതാക്കൾ ഈ പേജിന്റെ ഫോളോവേഴ്സിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ നിന്നാണെന്നും ഇതിന് പിന്നിൽ ISI കൈകൾ ഉണ്ട് എന്നും ആരോപിച്ചു. എന്നാൽ അക്കൗണ്ട് ഉടമ അഭിജിത് ദീപ്കെ തങ്ങളുടെ റീച്ചും ഡേറ്റയും പുറത്തുവിട്ടുകൊണ്ട് 94% ആളുകളും ഇന്ത്യൻ യുവാക്കൾ തന്നെയാണ് എന്ന് തെളിയിച്ചു. എങ്കിലും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുക വരെയുണ്ടായി. ഇനി പാകിസ്ഥാനിൽ CAP ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല, മറിച്ച് യുവാക്കൾക്ക് തങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു തമാശ സെറ്റയർ മൂവ്മെന്റ് ആയിട്ടാണ് വളരുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പരമ്പരാഗതമായിട്ട് തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന രീതികളിൽ നിന്ന് മാറി ഇന്നത്തെ ജെൻസി തലമുറ എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്? ഹാസ്യത്തിലൂടെയുള്ള പ്രതിരോധമുണ്ട്. അതായത് റാലികളോ കല്ലേറോ ഇല്ലാതെ കേവലം മീമുകളിലൂടെയും പരിഹാസ പോസ്റ്റുകളിലൂടെയും അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അടുത്തത്, അതിർത്തികളില്ലാത്ത ഇന്റർനെറ്റ് സംസ്കാരം. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധാരണ യുവാക്കൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, അതായത് ജോലിയില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, സിസ്റ്റത്തിലെ വീഴ്ചകൾ എന്നിവ ഒന്നു തന്നെയാണ് എന്നാണ് ഈ ഒരു ട്രെൻഡ് തെളിയിക്കുന്നത്. എത്രയൊക്കെ വലിയ വലിയ വെല്ലുവിളികളും ചാലഞ്ചസും സംഘർഷങ്ങളും ഒക്കെ ലോകത്ത് ഉയർന്നു വന്നാലും ഫൈനലായിട്ട് സമാധാനവും പുരോഗതിയുമാണ് വിജയിക്കുന്നത് എന്ന വലിയ പാഠമാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പുതിയ കാലത്തെ യുവാക്കൾ അക്രമത്തിന്റെ വഴികളല്ല, മറിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളിലൂടെയും അതുപോലെ ഹാസ്യത്തിലൂടെയുമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.
തീർച്ചയായും മികച്ചൊരു നാളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ് ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. ഗുഡ് നൈറ്റ്.